LDF, UDF മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടു കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികളായിട്ടില്ല. ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾക്ക് വ്യക്തമായ ധാരണയുമില്ല. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് മാത്രമാണ് നേതാക്കളുടെ പ്രതികരണം. കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് BJP ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത്. വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് നേതാക്കൾ പ്രതികരിക്കുന്നുമുണ്ട്. അതിനിടെയാണ് NDA ഘടക കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ BJP അറിഞ്ഞതുപോലുമില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിക്കെതിരെ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നാണ് BJP നേതൃത്വം ആദ്യമേ പ്രതികരിച്ചത്. ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ള കുട്ടിക്ക് കൂടുതൽ സാധ്യതയും ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ അറിയാമെന്ന പ്രതീക്ഷയിലായിരുന്നു ജില്ലയിലെ BJP നേതാക്കൾ. പക്ഷേ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. RPI ദേശീയ ഉപാധ്യക്ഷ കൂടിയായ കോഴിക്കോട് സ്വദേശി നുസ്രത്ത് ജഹാനെ പാർട്ടി നേതൃത്വം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് BJP നേതൃത്വം അറിയാതിരുന്നത് പാർട്ടിയെ ശരിക്കും നാണം കെടുത്തിയിട്ടുണ്ട്. RPI അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തേവാലെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നുസ്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് സമിതിയുടെ തീരുമാനപ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കാര്യം നുസ്രത്ത് ഇൻസ്റ്റഗ്രാമിൽ അറിയിക്കുകയും ചെയ്തു. NDAക്ക് വേണ്ടി താനും സഹപ്രവർത്തകരും വയനാട്ടിലേക്ക് എന്നാണ് നുസ്രത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. അതേസമയം കേരളത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി സഖ്യമില്ലെന്നാണ് BJPയുടെ പ്രതികരണം. NDA സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞതും അതുകൊണ്ടാണ്. ദേശീയ തലത്തിൽ NDAയിലുള്ള പാർട്ടിയാണ് RPI. പാർട്ടി അധ്യക്ഷൻ രാംദാസ് അത്തേവാല നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗവുമാണ്. ഏതായാലും പ്രഖ്യാപനങ്ങൾ BJPയെ അറിയിക്കാതിരുന്നത് പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുമുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധിയും നുസ്രത്ത് ജഹാനും തമ്മിലാകും വയനാട്ടിൽ പ്രധാന മത്സരമെന്ന് RPI സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ് പറഞ്ഞതും BJP കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. അതേസമയം ഈ മാസം 24-ന് നുസ്രത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ സ്വീകരണം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 27-ന് വയനാട്ടിലേക്ക് തുറന്ന ജീപ്പിൽ അവർ യാത്ര ചെയ്യും. അതേസമയം തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് നുസ്രത്ത്. മാത്രമല്ല നരേന്ദ്രമോദിയുടെയും അത്തേവാലയുടെയും ചിത്രത്തിനൊപ്പം വിജയിപ്പിക്കുക എന്ന കാർഡും കാണാം. മോദിയുടെ ഗ്യാരണ്ടി, അത്തേവാലയുടെ ഉറപ്പ് എന്നാണ് കാർഡിലെ വാക്കുകൾ. അത്തേവാല വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വീഡിയോയും നുസ്രത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും വയനാട് മണ്ഡലത്തിന് ഇക്കുറിയുണ്ട്. BJPക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതെന്നും കേരളത്തിലെ കോൺഗ്രസുകാരുമായി രാഹുൽ ഗാന്ധിയെ ചെറുതാക്കരുതെന്നും ആനി രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമല്ലേ ഇത് എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി CPI നേതാവ് ആനി രാജ ആദ്യം കളത്തിലിറങ്ങിയ മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി ഇതുവരെ എത്തിയില്ലെങ്കിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചരണ രംഗത്ത് സജീവമാണ്. ഏതായാലും കേരളത്തിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി. 2019-ൽ രാഹുൽ വയനാട്ടിലേക്ക് വന്നത് ഈ ഉറപ്പിന്റെ പുറത്താണ്. 3 തവണ തുടർച്ചയായി ജയിച്ച അമേഠിയിൽ ഇനി കാലിടറിയേക്കുമെന്ന് രാഹുലിനും കൂടെയുള്ളവർക്കും മനസ്സിലായി തുടങ്ങി. അതാണ് രാഹുൽ വീണ്ടും വിജയത്തിനായി വയനാട്ടിൽ എത്തിയിരിക്കുന്നത്.